നമ്മൾ കഴിഞ്ഞ ആഴ്ച വീഡിയോ ചെയ്ത മിഥിലാജാണ് പോകുന്നത്. സൈക്കിൾ കാരവൻ ഉപയോഗിച്ചിട്ട് ഓൾ കേരള യാത്ര തുടങ്ങിയെന്നാണ് തോന്നുന്നത്. സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കാണുന്നുണ്ട്. മിഥിലാജേ, എപ്പോൾ യാത്ര തുടങ്ങി? ഇന്ന് രാവിലെ യാത്ര തുടങ്ങിയ ഓൾ കേരള ആണോ? ഫസ്റ്റ് എങ്ങോട്ടാ? ഏത് റൂട്ട്? നീ എന്തായാലും വണ്ടി സൈഡാക്കി, കാറ് വരുന്നുണ്ട്. എല്ലാ സോളാറിൽ വർക്ക് ചെയ്യില്ല? സോളാറിലാണ് പോണേ. അപ്പൊ ചോട്ടിന് ആയാസം കിട്ടാൻ അതിനല്ലേ? ഓക്കെ. ഓൾ കേരള സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ പതിപ്പിച്ചിട്ടുണ്ട്. മിഥിലാജ് വ്ളോഗ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. റൂട്ട് കാര്യങ്ങളൊക്കെ. കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളും കുഞ്ഞു കുഞ്ഞു പ്രതീക്ഷകളൊക്കെ വെച്ചിട്ട് മിഥിലാജ് ഓൾ കേരള യാത്ര തുടങ്ങാൻ പെട്ടെന്ന്. കാരണം ഞാൻ അപ്രതീക്ഷിതമായിട്ടാണ് ഈ മിഥിലാജിനെ വീണ്ടും കണ്ടുമുട്ടുന്നത്. ഏകദേശം ഒരു 2 ആഴ്ച മുമ്പ് ഞാൻ വീഡിയോ എടുത്ത് പോയതാണ്. മിഥിലാജിൻ്റെ ഓരോ സൈക്കിൾ കാരവൻ്റെ ഓരോ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള വീഡിയോ എടുത്തതാണ്. പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ഞാൻ മിഥിലാജ് യാത്ര ചെയ്യുന്ന ഒരു രംഗം കണ്ട്. അപ്പോൾ തന്നെ വണ്ടി സൈഡാക്കാൻ പറഞ്ഞ്. അപ്പോൾ യാത്ര തിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓൾ കേരള ട്രിപ്പിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെയിനായിട്ട് പറയാനുള്ളത് ഒരു സൈക്ലിംഗ് നാച്ചുറൽ ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് തന്നെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു മെസ്സേജിനെ കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ അതിവിടെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ മിഥിലാജിനോട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളു ചോദിക്കാനുള്ളത്. ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ഏകദേശം 10 ദിവസം മുമ്പ് ഡീറ്റെയിൽസ് ആയിട്ട് റിവ്യൂ തന്നെ ചെയ്തതാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ നല്ല മഴയായിരുന്നു. അപ്പോൾ ഇന്നാണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോൾ മിഥിലാജിനെ പെട്ടെന്ന് കണ്ടുമുട്ടിയതാണ്. അപ്പം തന്നെ ഞാൻ മിഥിലാജിനോട് സൈഡാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എനിക്ക് വേണ്ടത്. നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് ഡെയിലി നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ തൊട്ടടുത്തുള്ള സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ പേര് മുഖ്താർ. വെൽക്കം ബാക്ക് ടു ഹാൾക്കിംഗ്. മിഥിലാജേ, ഒരുപാട് കാലത്തെ പ്രതീക്ഷ ഒന്ന് പോവാണിങ്ങല്ലേ? അതെ അതെ. മൈക്ക് പിടിക്കണ്ട, ഞാൻ പിടിച്ചോളാം. നീ എങ്ങനെയാണ് യാത്ര? ഞാനിപ്പോ എൻ്റെ നാട്ടിൽ നിന്ന് നേരെ കൊടുവള്ളി, മുക്കം, ഓമശ്ശേരി അങ്ങനെ പോവാണ്. എന്നിട്ട് നേരെ മലപ്പുറം, പിന്നെ തൃശ്ശൂര്, അത്യാവശ്യം നമ്മളെ കേരളത്തിലുള്ള ജില്ലകളൊക്കെ കവർ ചെയ്തിട്ടാണ് പോണത്. ഓൾ കേരള ട്രിപ്പ്. ഏകദേശം എത്ര ദിവസമാണ് ഈ ഒരു ട്രിപ്പ് കാണുന്നത്? ഞാൻ കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഏകദേശം ഒരു 30 ദിവസം എന്തായാലും 30 ദിവസം ഓൾ കേരള വേണ്ടി വരും. നമ്മളെ ക്യാമ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. ക്യാമ്പിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു യാത്രയിൽ സൈക്കിൾ ഓടിച്ച് പോകാമെന്ന് മാത്രമാണോ, അല്ലെങ്കിൽ പുതിയ പുതിയ സ്ഥലങ്ങൾ ഈ ഒരു വണ്ടി ഉപയോഗിച്ചിട്ടുള്ള യാത്ര? നമ്മളെ ഒരു സ്റ്റൈല് എന്ന് പറഞ്ഞാൽ ഒന്ന് വെറൈറ്റി ഒരു ക്യാമ്പിങ്. നല്ല ഒന്നാമത് നമ്മൾ സിറ്റി കൂടിയാണ് പോവുക മാക്സിമം. അതിൻ്റെ ഇടയിൽ കാണുന്ന നല്ല നല്ല സ്ഥലങ്ങളൊക്കെ നിർത്തിയിട്ട് നല്ല ക്യാമ്പ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ നല്ല ഏരിയകൾ നോക്കിയിട്ട് നമ്മൾ നിർത്തും. നല്ല സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും ഇത് നമ്മളെ വ്യൂസിന്. അപ്പം അങ്ങനെയൊക്കെ ഒരു സെറ്റപ്പാണ്. ഇപ്പം വേറെ എക്സ്ട്രാ നമ്മളിപ്പോൾ അന്ന് വീഡിയോ ചെയ്തതിന് ശേഷം വേറെ എന്താ എക്സ്ട്രാ വർക്ക് എന്താ? അന്ന് ഹോണും കാര്യങ്ങളൊന്നും ഇല്ലേ? ഹോണൊക്കെ വെച്ചല്ലേ? ഹോണൊക്കെ വെച്ച് ലൈറ്റൊക്കെ വെച്ചിട്ട് സൈക്കിളിൽ നമ്മൾ കൂടി ഒരാളിങ്ങനെ പോകുന്നുണ്ടല്ലോ. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്ന ടൈമിന് ഇവിടെ നല്ല മഴ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അത്യാവശ്യം നല്ല നോർമൽ. കാരണം അന്ന് തന്നെ പറഞ്ഞിരുന്നു ഒരു കാലാവസ്ഥ മാറിക്കഴിഞ്ഞാൽ യാത്ര തുടങ്ങുമെന്ന് പറഞ്ഞു. വീട്ടുകാരെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അല്ലേ? കാരണം പിന്നെ ഈ ഫുഡ് കാര്യങ്ങളൊക്കെ എന്താ ചെയ്യാനുള്ള പരിപാടി? ഫുഡ് നമ്മൾ ഇതിൽ രാത്രിയും രാവിലെ ഇതിലുണ്ടാക്കും. സ്റ്റൗവും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആ വീഡിയോസ് കാണാത്തുണ്ടെങ്കിൽ ഈ വീഡിയോന്റെ ലിങ്ക് ഞാൻ ഇതിൽ കൊടുക്കാം, ഡീറ്റെയിൽസ് കൊടുക്കാം. അപ്പോൾ എന്തായാലും ഭക്ഷണമൊക്കെ ഇതും തന്നെ ഉണ്ടാക്കാം. നമ്മൾ എന്തായാലും നമുക്ക് എവിടെ പോയാലും ഞാൻ എവിടെയും കുടുങ്ങാറില്ല ഉറപ്പായിട്ടും. സ്പോൺസേഴ്സ് കാര്യങ്ങൾ അങ്ങനെ സ്പോൺസേഴ്സ് ഒന്നും വന്നില്ല. നമ്മളെ നാട്ടിലുള്ള കുറച്ച് ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞത്. നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലൊക്കെ അപ്പം അങ്ങനെ ഒരു ഇവിടെ നാട്ടുകാർ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞത്. അപ്പോൾ സ്പോൺസേഴ്സ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല, കിട്ടിയിട്ടില്ല അല്ലേ? അപ്പോൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം മിഥിലാജിന് ഒരു സ്പോൺസറിന്റെ ആവശ്യം ഉണ്ടല്ലേ? ഉണ്ടെങ്കിൽ മിഥിലാജിന്റെ നമ്പർ അല്ല, മിഥിലാജിന്റെ ചാനലിന്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാം. അതിലായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്താൽ ഫോൺ നമ്പർ മിഥിലാജിന്റെ നമ്പർ കൊടുക്കാം. കാരണം ഈ ഒരു വീഡിയോ ചിലപ്പോൾ എന്താ പറയുക,
വേറെ കാര്യം ഉണ്ട് കേട്ടോ, ഒരു നമ്പർ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ കോൺടാക്ട് ചെയ്യും. അപ്പോൾ ആ നമ്പറൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അത് ഞാനല്ല അറ്റൻഡ് ചെയ്യാൻ, വേറെ എൻ്റെ ഫ്രണ്ട് ആയിരിക്കും. കാരണം എനിക്ക് ഈ ട്രിപ്പിൻ്റെ സമയത്ത് ചിലപ്പോൾ റൈഡിങ് ഒക്കെ ആണെങ്കിൽ, വീഡിയോ എടുക്കുന്ന സമയമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ഹെൽപ്പിച്ചിട്ടാണ് ഞാൻ പോവുക. അപ്പോൾ അവൻ വിളിച്ചിട്ട് എന്നെ കോൺടാക്ട് ചെയ്യും. ഓക്കെ ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനൊരു നമ്പർ കൊടുക്കാം. നിങ്ങൾ ആരെങ്കിലും സ്പോൺസേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. പിന്നെ വേറെ എന്തെങ്കിലും മെസ്സേജ് കാര്യങ്ങളെന്തെങ്കിലും? വേറെ നമ്മൾ ഒരു മെസ്സേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓൾ കേരള സ്റ്റിക്കർ വണ്ടി കാര്യങ്ങൾ. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൂടുതലായിട്ട് പറയാത്തത്, ഇതൊരു ഡീറ്റെയിൽസ് റിവ്യൂ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. മിഥിലാജ് പോകേണ്ട ഈ ഒരു സൈക്കിൾ കാരവന് ഫസ്റ്റാണ് കേരളത്തിലൊരു ഓൾ കേരള ട്രിപ്പ് അടിക്കുന്നത് ഒരു സൈക്കിൾ കാരവൻ ഉപയോഗിച്ചിട്ട്. അത് മിഥിലാജ് തന്നെയാണ് തുടക്കമിട്ടത്. അപ്പം ഓൾ കേരള കഴിഞ്ഞിട്ട് ഓൾ ഇന്ത്യ ട്രിപ്പ് അടിക്കുന്നത് ഏറ്റവും വലിയൊരു ആഗ്രഹം, ഡ്രീമാണ്. ഒരുപാട് മാസങ്ങളായിട്ടുള്ള ഇതാണോ? അതെ, ഏകദേശം ഒരു 4 മാസം കൊണ്ട് ഈ ഒരു ഇതിലേക്ക് വന്നതാണ്. അതെ അതെ, ഈ ഒരു യാത്രനോടുള്ളൊരു ഇഷ്ടം കൊണ്ട് വന്നതാണ്. ഈ ഒരു ഇതെന്താ ചൂസ് ചെയ്യാനുള്ള കാരണം മെയിനായിട്ട്? നമ്മൾ ഇപ്പോൾ എല്ലാവരും, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പോൾ നമുക്ക് സൈക്കിളും ടെൻറ്റും എടുത്ത് പോവുകയാണെങ്കിൽ ടെൻ്റ് അടിച്ച് ക്യാമ്പ് ചെയ്യാം. പക്ഷേ ഇതുമായിട്ട് പോകുമ്പോൾ കുറച്ച് വ്യത്യസ്തമായിട്ടൊരു ഫീലാണ്. ഞാൻ കഴിഞ്ഞ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു റോഡിൽ കൂടെ പോവുകയാണെങ്കിൽ പെട്ടെന്ന് ആൾക്കാർ ശ്രദ്ധിക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് വരുന്നത് ഫുഡിനെക്കാട്ടും കൂടുതൽ വരുന്നത് റൂമാണ്. ഡെയിലി റൂം വാടക എടുക്കുമ്പോൾ ഭയങ്കര ഇതാണ്. ഈ ഒരു സൈക്കിൾ കാരവൻ ഉപയോഗിച്ച് യാത്ര ചെയ്യുകയാണെങ്കിൽ റൂം റെൻറ്റ് കാര്യങ്ങളൊന്നും നോക്കണ്ട. അതേപോലെ തന്നെ ഡെയിലിയുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ മിഥിലാജ് ഇതിൽ നിന്ന് തന്നെ അറേഞ്ച് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മിഥിലാജിന് ഇപ്പോൾ ഒരു അർജൻറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു സ്പോൺസറാണ്. സ്പോൺസേഴ്സ് ഇല്ലെങ്കിലും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് യാത്ര കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. കാരണം ഏതൊരു മേഖല ആണെങ്കിലും ഓരോരുത്തരുടെ സപ്പോർട്ടാണ് വേണ്ടത്. സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് കൂടുതലായിട്ട് യാത്ര ചെയ്യാനുള്ള ഇത് വരാം. കാരണം ഓൾ കേരള യാത്രയാണ് മിഥിലാജ് ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ ഒരു ഓൾ കേരള കഴിഞ്ഞാൽ തന്നെ ഓൾ ഇന്ത്യ ട്രിപ്പിലേക്കാണ് പോരുന്നത്. കാരണം വേറെ കാര്യമുണ്ട്, ഓൾ ഇന്ത്യ ട്രിപ്പ് പോവുകയാണെങ്കിൽ ഇവിടുന്ന് വയനാട് ചുരം കയറി കഴിഞ്ഞാൽ വേഗം കർണാടക തമിഴ്നാട് ബോർഡറിലേക്കാണ് വരിക. അപ്പം ഈ ഒരു കോഴിക്കോട് ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വയനാട് ചുരം കയറിയിട്ടാണ് ബാംഗ്ലൂർ വഴിക്ക് ഇങ്ങനെ അധികം ആൾക്കാരും ഓൾ ഇന്ത്യ ട്രിപ്പ് പോലെ. അപ്പോൾ നമ്മളിപ്പം കേരള യാത്ര ചെയ്യുകയാണെങ്കിൽ തന്നെ തിരുവനന്തപുരത്തിൻ്റെയും കാസർഗോഡിൻ്റെയും ഏകദേശം ഒരു സെൻട്രൽ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ഒരു യാത്രയുടെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം വരെ പോയി കഴിഞ്ഞാൽ വീണ്ടും കോഴിക്കോട് ടച്ച് ചെയ്തിട്ട് പിന്നെയും കാസർഗോഡ് പോകണം, പിന്നെയും കാസർഗോഡ് നിന്ന് പിന്നെയും തിരിച്ചു വന്ന് കോഴിക്കോട് എത്തണം. നമ്മൾ അറ്റത്തുനിന്ന് ഒരു അറ്റത്തേക്കല്ല പോണത്. അതാണ് വ്യത്യാസം. അപ്പോൾ എന്തായാലും ഈ ഒരു യാത്ര അടിപൊളിയാവട്ടെ, ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. പിന്നെ ഞാനൊരു മെസ്സേജ് നിന്നോട് പറയട്ടെ. കാരണം ഈ ഒരു യാത്രയിൽ ഒരുപാട് ആൾക്കാരെ കണ്ടുമുണ്ട്. ആരെയും പിണക്കരുത്, സങ്കടപ്പെടുത്തരുത്. അതാണ് മെയിനായിട്ട് വേണ്ടത്. ഈ ഒരു നമ്മളെ വഴി കാണുന്നവരാണ് നമ്മളെ സപ്പോർട്ട്. അപ്പോൾ നമ്മൾ അവരോട് നല്ലോണം മാന്യമായി നിൽക്കണ്ടേ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഏതെങ്കിലും വ്ളോഗേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ മിഥിലാജിനെ നല്ലവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ടാണ് മിഥിലാജിന് വേണ്ടിയത്, അല്ല മിഥിലാജ്. അപ്പോൾ എന്തായാലും ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം വണ്ടീൻ്റെ കൂടുതൽ റിവ്യൂ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാത്തത്, ഞാൻ ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വീഡിയോ ഞാൻ താഴത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുക, നിങ്ങൾക്ക് അത് പോയി കാണാവുന്നതാണ്. അപ്പം ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പം യാത്രയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിളിക്കണം, നമ്പറില്ലേ, എപ്പോഴും വിളിച്ചാൽ ഫോൺ അറ്റൻഡ് ചെയ്യും, എന്ത് സഹായത്തിന് മുന്നിലുണ്ടാവും. ഓക്കെ, തിരിച്ച് വരുമ്പോൾ വിളിക്കണം. ഓക്കെ.